എടാ മുന്ന, എടാ മുന്ന, എടാ നീ എവിടെയാടാ? എടാ, 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 നിക്ക്, 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 നിക്കെടാ. നിക്കടാ. ചക്കരെ ഒന്ന് പാടാ. പാടാ. എവിടെയാടാ നീ? എടാ നീ ഇങ്ങനെ കിടന്ന് ഓടാതെ വാടാ. എന്നാ കോലേട്ടാ ഇങ്ങനെ കാണിക്കുന്നത്? നിങ്ങക്ക് പിരാന്തിളകിയ ഇതെന്താ കയ്യിലെന്താ മറ്റേ സാധനമൊന്നുമില്ലേ? നിങ്ങളെന്താ നായിനെ ഓടിച്ച് കളിക്കുക രാവിലെ തന്നെ? എടാ ഞാന് രാവിലെ മുതൽ നിനക്കറിയില്ലേ മുന്നേ? അറിയില്ലേ? എന്ത്? നല്ല കറുത്ത നിന്റെ നായല്ലേ? ആ ഞാൻ കണ്ടതല്ലേ. രാവിലെ മുതൽ ഓടുകാട്. നീ എന്തിനാ അതിനെ ഓടിക്കുന്ന ഇങ്ങനെ? എന്നെ നിയമം ഒന്നും അറിഞ്ഞില്ല? ഇല്ല. എടാ നിയമം മാറി, ബ്രൗൺ നിയമം വന്നു. ബ്രൗൺ നിയമം വന്നിട്ട് കാലത്തിലായി? 2 മാസം മുമ്പ് വന്ന സാധനമല്ലേ, എനക്കറിയാലോ. എന്റെ വീട്ടിലല്ലേ ഒരു പൂച്ച, കറുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിങ്ങിണി, നിനക്ക് ഓർമ്മയില്ലേ? എടാ ബ്രൗൺ നിയമം നായ്ക്കൾക്കും ബാധകമായി. അതെയാ? ആ അതെപ്പോ? ഇന്നലെ മുതല്. ഇന്നലെ രാത്രിയിലത്തെ ന്യൂസ് നീ കണ്ടില്ല? അല്ല, പൂച്ചക്കുണ്ടെങ്കിൽ പിന്നെ നായ്ക്കും വരുമല്ലോ. അത് വന്നിട്ടുണ്ടാവും. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ നീ അതിനെന്താ ചെയ്യാൻ പോന്നു? ഞാൻ അതിനെ ഒന്ന് പെയിന്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഏത് നായിനെയാ? ആ അവനെ ഒന്ന് ഒരു ഒറ്റ കോട്ട് അടിച്ചാൽ മതി. നല്ല പ്യുവർ ബ്ലാക്ക് അല്ലേ, നല്ല ബ്രൗൺ. ഒരൊറ്റ കോട്ട് അടിച്ചാ ഫുൾ ബ്രൗൺ ആവും. നിങ്ങൾക്ക് പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. ഒരു നായിനെ പെയിന്റ് അടിച്ചിട്ട് ബ്രൗൺ ആക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പണിയില്ലോളി. നിങ്ങളെന്താ വിചാരിച്ചിരിക്കുന്നത്? എന്തിനാ അത് അങ്ങനെ ചെയ്യുന്നത്? പിന്നെ ഇപ്പൊ വേറെ എന്താ ചെയ്യാ? നിങ്ങൾക്ക് ടർപ്പൻടൈൻ വിജിലാൻഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം. നാട് മുഴുവൻ ഓറിങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. റോഡിലൂടെ പോകുന്നത് ഏതെങ്കിലും ഒരു ജന്തുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ബ്രഷ് എടുത്തിട്ട് ടർപ്പൻടൈനിൽ മുക്കിയിട്ട് ഒറ്റ ബലിയാണ്. എടാ അപ്പൊ അതിന് പെയിന്റ് ഇളകി വന്നിട്ടുണ്ടെങ്കിൽ അവരകത്താ. നീ വെറുതെ കച്ചറുണ്ടാക്കല്ലേ. വയസ്സുകാലത്ത് ജയിലിൽ അത് റോഡിലല്ലേ അവര് ടെസ്റ്റ് ചെയ്യുന്നേ, വീട്ടിനകത്തൊക്കെ വന്ന് കയറി ടെസ്റ്റ് ചെയ്യുവോ? നീ എന്താ ഈ നായിനെ എപ്പോഴും വീട്ടിന്റെ ഉള്ളിൽ വെക്കാൻ പോവാ? നീ എപ്പോഴെങ്കിലും പുറത്തിറങ്ങൂലേ? അവരെന്തായാലും ഇവിടെ വരുന്നിട്ട് എന്നെ പിടിച്ചിട്ടേ പോവുള്ളൂ. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യാ? ഇപ്പൊ നീ എന്നോട് ചോദിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ ആദ്യം എന്നെ വിളിച്ച് ചോദിക്കുന്ന സ്വഭാവമല്ല ഇതിൻ്റെ. ഇപ്പൊ എന്താണ് എല്ലാം ഫുൾ പച്ചറയിലായിട്ട്. എനിക്ക് എന്താ ചെയ്യാന്ന് അറിയില്ല, നീ എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ 2 മാസം മുമ്പ് എൻ്റെ പൂച്ചയുണ്ടല്ലോ കിങ്ങിണി, അതിനെ എനിക്ക് എത്ര ഇഷ്ടമായിരുന്നു. ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നതല്ലേ. അത് ഞാൻ എവിടെ പോയാലും വരും. അതിനെ ഞാൻ അവസാനം ഞാൻ ഡീൽ ചെയ്തില്ലേ. നീ എന്ത് ചെയ്തു? അത് ഞാൻ പറഞ്ഞു, നമ്മളെ ബാലേട്ടനില്ലേ, പോലീസിലെ ബാലേട്ടൻ, മൂപ്പറടുത്ത് ഞാൻ പറഞ്ഞു, ബാലേട്ടാ ഇങ്ങനെയുണ്ട് പ്രശ്നം എന്ന്. മൂപ്പർ പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ടടാ, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പറടുത്ത് പോയപ്പോൾ മൂപ്പർ 2 ഗുളിക എടുത്തിട്ട് കടലാസിൽ പൊതിഞ്ഞിട്ട് എൻ്റെ കീശയിൽ വെച്ച് തന്ന്. ഞാൻ വീട്ടിൽ വന്നിട്ട് പശുവിൻ്റെ പാലിൽ അതിങ്ങനെ തയച്ച് നല്ല ബ്രൗൺ ആയപ്പോൾ അങ്ങ് കൊടുത്ത്. അതോടെ പ്രശ്നം തീർന്ന്. അതോടെ ബ്രൗൺ ആയോ? ബ്രൗൺ ഒന്നും ആയിട്ടില്ലടാ, പക്ഷെ പ്രശ്നം തീർന്ന്. അത് അവളങ്ങ് തീർന്ന്. ഇത് ആർസനിക്കിൻ്റെ ഗുളികയാണ് തന്നത്. അപ്പൊ എങ്ങനെ പ്രശ്നം തീരുക? ബ്രൗൺ ആകണ്ടേ? ഞാൻ പിന്നെ ഒരു ബ്രൗണിനെ വാങ്ങാമല്ലോ നമുക്ക്. ഈ സാധനത്തിന് വെച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൽ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അത് അനുസരിക്കേണ്ട നമ്മുടെ കടമയല്ലേ. അതിനെ ഞാനങ്ങ് തീർത്ത്. അത് ശരിയാവത്തില്ല. ഞാൻ എന്റെ മുന്നേ കൊല്ലേ. എനിക്ക് സങ്കടം ഇല്ലായിട്ടാന്നാ? ഇല്ലടാ, അത് ശരിയാവത്തില്ല. എങ്ങനെയാടാ ഞാൻ അവനെ കൊല്ലുക? അത് കൊല്ലാനൊന്നും പറ്റില്ല. അത് ശരിയാവത്തില്ല. പറയുന്നത് നിങ്ങളൊന്ന് കേക്ക് പോലേട്ടാ. ഈ ഗവൺമെന്റ് ഉണ്ടല്ലോ, ഗവൺമെന്റ് ഇതൊന്നും ആലോചിക്കാണ്ടൊന്നും അല്ല ഇതെല്ലാം ചെയ്യുന്നത്. ഓരെല്ലാം ഭയങ്കര സയന്റിഫിക് ആയിട്ട് ഇത് ആലോചിച്ചിട്ടുണ്ടാക്കുന്ന നിയമങ്ങളല്ലേ, നമ്മളത് അനുസരിക്കണ്ടേ? ഇവര് സയൻസിൽ എത്ര മുന്നോട്ട് പോയി നിങ്ങൾക്കറിയാം. ബ്രൗൺ നിറത്തിലുള്ള പൂച്ച ബാക്കിയുള്ള പൂച്ചേനെക്കാളും കൂടുതൽ എലീനെ പിടിക്കും. അത് തിന്നുന്നത് വളരെ കുറച്ചേ തിന്നുള്ളൂ, അപ്പിടുന്നതാണ് അതിനേക്കാളും കുറച്ചത്. നിങ്ങൾ നായിനെ പറ്റിയുള്ള റിസർച്ച് നിങ്ങൾ നോക്കിയാ, ഞാൻ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, ബ്രൗൺ നായിന്റെ അപ്പിയിൽ സ്വർണ്ണുണ്ട്. അവന്റെ ഒരു അപ്പി, അവന്റെ ഒരു സ്വർണം. എന്തൊരു വിഡ്ഢിത്തരമാടാ ഈ ഗവൺമെന്റ്. പ്രാന്താണ്. ഞാൻ ഇതിനൊന്നും നിൽക്കത്തില്ല. എന്നെ കൊണ്ട് പെയിന്റ് അടിക്കാനും പറ്റില്ല, കൊല്ലാനും പറ്റില്ല. ഞാൻ പോയി സമരം ചെയ്യാൻ പോവാ. ഇത് നിങ്ങൾ വെറുതെ കച്ചലുണ്ടാക്കല്ലേ. എന്ത് ചൊറയുണ്ടാക്കുന്നത്? ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലോ? ഈ ചുമരിന് പോലും ചെവിയുണ്ട്, അറിയാം നിങ്ങൾക്ക്? ഇത് ഇവിടെ ഇരിക്കുന്നത് എത്ര പേര് കേക്കട്ടെ. നിങ്ങളൊന്ന് പറയുന്നത് മനസ്സിലാക്കുക. നിങ്ങളിപ്പം തെരുവിലിറങ്ങിയിട്ട് പ്രതിഷേധിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ രാജ്യദ്രോഹിയാക്കുവോ? മനസ്സിലായി നിങ്ങൾക്ക്? ഈ വിദേശത്ത് വരുന്ന ഫണ്ടെല്ലാം വാങ്ങിയിട്ട് ഇങ്ങനെ ചിലക്കുന്ന കുറേ ബുദ്ധിജീവികളുണ്ട്. അവർ പറയുന്ന പോലെ നിങ്ങൾ തുള്ളിക്കോ.
എന്നിട്ട് പിന്നെ അവസാനം പിന്നെന്ത് ഈ മണ്ടം നിയമമൊക്കെ സഹിച്ചോണ്ടിരിക്കേ? നിങ്ങളോട് എടാ, ഇന്ന് അവര് ഇങ്ങനൊരു നിയമം ഉണ്ടാക്കും, നാളെ വേറൊരു നിയമം ഉണ്ടാക്കും, നീ എന്ത് ചെയ്യും? ഇതൊക്കെ അവര് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളല്ലേ. എന്ത് ശാസ്ത്രം? നിങ്ങളോട് ഞാൻ നിങ്ങളോട് പറയാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളെ മുന്നേ ഉണ്ടല്ലോ, എത്ര വയസ്സായി? ഒരു 5 മാസം കഴിഞ്ഞാ ഈ വരുന്ന ഓഗസ്റ്റിൽ ഒരു 15 വയസ്സാവും. 15 വയസ്സായില്ലേ? ഒരു പട്ടിക്ക് 15 വയസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീനിയർ സിറ്റിസൺ ആണ്. അതിന് കണ്ണ് കാണുന്നുണ്ടാവുമോ? അതിന് ചെവി കേൾക്കുവോ? അതിന്റെ വായിൽ പല്ലുണ്ടോ? നിങ്ങൾ അതൊന്നും നോക്കാണ്ട് അതിനെ അവസാന കാലത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നോ? കേട്ടോ, എടാ, സീനിയർ സിറ്റിസൺ ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഉടനെ കൊല്ലണോ? ഇവിടെ ഉണ്ടാവുന്ന ശ്വാനകുലമുണ്ട്, തവിട്ട് നിറമുള്ള ശ്വാനകുലത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം കൈവരിച്ചത് നീ കൂട്ടിയാൽ മതി. ഇവിടെ ഈ നാട്ടിനെ പറ്റി എഴുതാൻ പോകുന്ന ചരിത്രത്തിന്റെ സ്വർണ്ണ ലിപികളിൽ ഓന്റെ മുന്നേന്റെ പേരുണ്ടാവും. മനസ്സിലായില്ലേ? നീ എന്താ പറയുന്നേ? രക്തസാക്ഷിയാകാൻ വേണ്ടി ഞാൻ എന്റെ മുന്നേ കൊല്ലണോ? അതൊന്നും നടക്കൂല. എടാ ശരിയല്ല. എനക്ക് സങ്കടം ഇല്ലായിട്ടാ ആ പൂച്ചേനെ എൻ്റെ എത്ര പ്രാണനേനും നീ മനസ്സിലാക്കാൻ നോക്ക്. വേറൊരു സംഭവമുണ്ട്, പുറത്താരോടും പറയണ്ട. എന്നോട് ഈയിടക്ക് കേട്ടതാ, ഗവൺമെന്റിന്റെ പുതിയ ബജറ്റിലുണ്ടല്ലോ ഒരു പുതിയ നിയമം വരാൻ പോവാണ്. എന്താ അറിയാ? ഇനി ഒരു നിയമോ? കേക്ക്. ഓരോ വീട്ടിലുള്ള ബ്രൗൺ നിറത്തിലുള്ള മൃഗത്തിന് അതിന്റെ തൂക്കം നോക്കിയിട്ട് 1 കിലോന് 200 റുപ്യ വെച്ചിട്ട് കൊടുക്കാൻ പോവാന്നോറ്. 200 രൂപയാ? 1 കിലോന് 200 രൂപ. 1 കിലോയ്ക്ക് 200 രൂപയോ? ആടാ. അപ്പോ 30 കിലോയ്ക്ക് 6000 രൂപ. അപ്പൊ 2 എണ്ണം ഉണ്ടെങ്കിൽ 12,000 രൂപ. അല്ല പിന്നെ ശരിയാണ് പറയുന്നത്. അങ്ങനെയാ ഓറ് പറയുന്നത്. എല്ലാവർക്കും കിട്ടുമോ? ഇല്ല, ഒരാൾക്ക് 3 കൂടുതൽ ഉണ്ടാവാൻ പാടില്ല, പട്ടിയും പൂച്ചയും കൂടിയിട്ട്. അപ്പം നമുക്ക് എന്തല്ല, നീ ഒരു കാര്യം ഇത് ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ട് 2 നായനെ വീട്ടിൽ വാങ്ങി വെച്ചിട്ട് പോയിട്ട് ഒരു 0 ബാലൻസ് അക്കൗണ്ട് എടുക്കുക. പിന്നെ നിനക്ക് ജോലിക്കൊന്നും പോണ്ടടാ, സുഖല്ലേ? അത് കൊള്ളാലോടാ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? നീ ഒരു കാര്യം ചെയ്യ്. നീ ആ പൂച്ച എന്താ ചെയ്ത്? ഞാൻ അതാ പറയുന്നത്. ഞാനിതാ, ഈ രാജ്യത്ത് ഇപ്പൊ ജീവിക്കണമെങ്കിൽ 2 ഗുളിക എപ്പം കയ്യിൽ വേണം. ഇത് കൊണ്ടുപോയിട്ട് പാലിൽ വെച്ചിട്ട് കുറച്ച് തേനും കൂടെ തേച്ചോ, നന്നായിട്ട് കലക്കിയിട്ട് ഒരു കൊടുക്കൽ കൊടുത്താൽ മതി. ചെയ്യല്ലേ? ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഒരു മിനിറ്റ്. അപ്പോ പാലില് തന്നെ കലക്കി. ഒറ്റ മിനിറ്റ്. കുമാരേട്ടാ, നിങ്ങൾ എവിടെയാന്ന്? ഞാനിവിടെ ഗോലേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട്. അയ്യോ, അതെപ്പോ? ആന്നാ? അയ്യോ, ഞാനിപ്പോ വരെ. എടാ, നമ്മുടെ മലയാളി എക്സ്പ്രസ് പൂട്ടി പോലും. അത് നിന്റെ പത്രമല്ലേ? അതെന്തിനാ പൂട്ടുന്നത്? ഞാൻ ചെറുപ്പം മുതലേ അത് മാത്രം വായിച്ചിട്ട്. എടാ, അവരതിൻ്റെ അകത്ത് പട്ടി പൂച്ച എന്നൊക്കെ എഴുതുന്നതിന് മുമ്പ് ബ്രൗൺ എന്ന് ചേർക്കാൻ വിട്ടുപോയടാ. ആ ഒരു ചെറിയ കാര്യത്തിന് അവരത് ക്യാൻസൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എടാ, ഇതാ ഞാൻ പറഞ്ഞത് ശരിയാവത്തില്ല എന്ന്. ഇതൊന്നും ശരിയാവത്തില്ല. എടാ, ഓരോ ദിവസം പുതിയ നിയമം. എനിക്ക് രാവിലെ ഇല്ല, ഇത് ശരിയാവത്തില്ല. ഞാൻ പോയി സമരം ചെയ്യാൻ പോവാ. ഞാൻ പ്രതിഷേധിക്കും. ഞാൻ ഇതിന് സമ്മതിക്കത്തില്ല. നീ വരുന്നുണ്ടോ ഇല്ലയോ? ഞാൻ ഈ രാവിലെ അപ്പിടാൻ പോകുമ്പോൾ ഈ പേപ്പർ ഇല്ലെങ്കിൽ നീ വരുന്നുണ്ടോ ഇല്ലയോ? പക്ഷെ ഈ രാജ്യത്തിന്റെ സുരക്ഷയൊക്കെ ആലോചിക്കുമ്പോണ്ടല്ലോ, ചെറിയ ചെറിയ കാര്യത്തിൽ നമ്മൾ ത്യാഗം ചെയ്തേ പറ്റൂ. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ബ്രൗൺ ന്യൂസ് അവർക്കുണ്ടല്ലോ ഒബിച്വറി, അത് കണ്ടിട്ടാണ് ഞാൻ നാട്ടിൽ ആരൊക്കെ മരിച്ചു എന്നൊക്കെ നോക്കുന്നത്. ഞാനത് സ്വിച്ച് ചെയ്യാൻ പോവാം. നീ വെറുതെ ഇടങ്ങാറൊന്നും നോക്കണ്ട. നമ്മൾ രാജ്യത്തിൻ്റെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അതനുസരിക്കുക എന്നുള്ളതാണ് പൗരൻ എന്ന നിലയിൽ നമ്മുടെ കടമ. കടമ കുന്തം. ഇത് ശരിയാകത്തില്ല. ഞാൻ പോവാ. നീ വരുന്നോ ഇല്ലയോ? ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും. നീ വെറുതെ എപ്പോ ഇങ്ങനെ കച്ചറ നിനക്ക് ബുദ്ധിയില്ലേ? നീ എവിടെയാ പോകുന്നത്? ഞാനല്ലേ പോണ്ടത്? ഞാൻ സമരം ചെയ്യാൻ പോകും. അല്ല കോലേട്ടാ, നിങ്ങളിതെന്താന്ന്? ഇതെന്നാ സാധനം?
പശുവിനെ മാതിരി ഉണ്ടല്ലോ ഇത്രയും വലിയ നായിക. പുതിയ നായിനെ വാങ്ങിച്ച് നോക്കടാ, ഇവനെ കണ്ടില്ല നീ? എടാ ഈ മൂക്കിന്റെ അറ്റം മുതൽ ഓരോ 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 ഇഞ്ച് വാലിന്റെ അറ്റം വരെ ബ്രൗൺ ബ്രൗൺ ആണല്ലേ? നല്ല ഒന്നാം തരം ബ്രൗൺ കുട്ടൻ, ബ്രൗണ്ടാസ്റ്റിക്. വാടാവനെ വാടാ വാടാ. എന്തെന്നാ അവൻ പറയുന്നത്? നിനക്ക് മനസ്സിലായില്ല? ഒട്ടും മനസ്സിലായില്ല? ഇല്ല. ഞാൻ ബ്രൗൺ ആണ്, ഞാൻ ബ്രൗൺ ആണ്. അതെടാ, നീ ബ്രൗൺ ആണടാ, നീ ബ്രൗൺ ആണടാ. വാടാ വാടാ. നീ അന്ന് എന്തെല്ലാം കച്ചറ ഉണ്ടാക്കി. ഇത് ഞാൻ അന്ന് പറഞ്ഞതല്ലേ നിന്നോട്? എടാ, അന്ന് ആ മുന്നേ കുറിച്ച് ആലോചിച്ചിട്ട് എന്തൊക്കെ പുകില ഞാൻ കാണിച്ചത് അല്ലേ? സത്യം. ഇപ്പൊ ആലോചിച്ചാ ചിരി വരും. ആണ് ഇത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യം. ഇതെങ്ങനെയുണ്ട് ആള്? ഇവൻ മിടുക്കനാണ്, അനുസരണയുള്ളവനാണ് അല്ലേ? ഒരു ഫ്രണ്ട്ലി ടൈപ്പ്. ബ്രൗണ് എപ്പോ നല്ലതെന്നാ പറയുന്നത്. അതെ അതെ അതെ. അന്ന് ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ പണി കിട്ടി. എന്റെ അമ്മ, ഇതെന്താണ്? നീ പേടിക്കണ്ട, അത് എന്റെ പുതിയ ബ്രൗണ് പൂച്ചയാ. നല്ല രസം. പാടാ പടി. എന്താ ഇവള് പറയുന്നത്? ഞാനും ബ്രൗൺ ആണ്, ഞാനും ബ്രൗൺ ആണ്. നീയും ബ്രൗൺ ആയല്ലോടാ. നീയും ബ്രൗൺ ആണല്ലോ. പിന്നല്ലാതെ ഞാനും ബ്രൗൺ. നമ്മള് ഫുൾ ബ്രൗൺ അല്ലേ? എപ്പോ ഉണ്ടല്ലോ എന്തെങ്കിലും പറയുന്നതിന് അതിന്റെ അപ്പുറം ഇപ്പുറം ബ്രൗൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പ്രശ്നമില്ല, നമുക്ക് സേഫ് ആവാം. അതെ, അതാണ് നമുക്ക് നിയമങ്ങളൊക്കെ പാലിച്ച് നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ അതെ കംപ്ലീറ്റ് സേഫ്. ഈ സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പോണ്ടല്ലോ അതിന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇങ്ങനെ പോയാൽ മതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ നിയമം വന്നിട്ട് കാര്യങ്ങളൊക്കെ എത്ര സിമ്പിളാണ്. എല്ലാ സ്ഥലത്തും ബ്രൗൺ പൂച്ച, ബ്രൗൺ നായി, ബ്രൗൺ ആൾക്കാർ, എല്ലാം നല്ല ബ്രൗൺ അല്ലേ? അതെ, സർക്കാർ പറയുന്ന കേട്ട് മിണ്ടാതിരുന്ന ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷെ ഈ തെരുവിലൊക്കെ പോയിട്ടേ സമരം ചെയ്യുക, പ്രതിഷേധിക്കുക, ഇതൊക്കെ ചെയ്യുന്നവരുടെ കാര്യം പറയാൻ പറ്റും. ഓരോ കാര്യം ഭയങ്കര കഷ്ടമാണ്. അവർ കളിക്കുന്ന കളിയുണ്ടല്ലോ, ഭയങ്കര ഡേഞ്ചറസ് കളിയാണ്. ഓർക്ക് അറിയില്ല എന്തെന്നാ ഇതെന്ന്. ഒരു രാജ്യം ഭരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് അറിയില്ല. മനസ്സിലായില്ലേ? രാജ്യദ്രോഹികളാണ്. ഓരെല്ലാം കാണുമ്പോണ്ടല്ലോ എനിക്ക് എപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ അമ്മേൻ്റെ ഒരു അമ്മാവനുണ്ട്, ശംഖുമേനോൻ. കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഭയങ്കര സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അവസാനം ജയിലിൽ പോയി ഉപവാസം കിടന്ന് ഇതും എല്ലാം ചെയ്തിട്ട് അവസാനം സ്വന്തം ജീവിതവും തറവാടും സ്വത്തും എല്ലാം പോയി കിട്ടി. എന്നിട്ട് അവസാനം തിരിച്ചെന്താ കിട്ടിയ അറിയാം? എന്ത്? ഒരു താമ്രപത്രം, ചെമ്പിന്റെ ഒരു തകിട്. ഒരു കാര്യമില്ല. എടാ, ഇത് എന്റെ പിള്ളേരല്ലേ? നിന്റെ പിള്ളേരല്ലേ? പഠിത്തമൊക്കെ കഴിഞ്ഞു അവരുടെ? പുതിയ ഫോട്ടോ ആണ്. ഒരുത്തന്റെ കഴിഞ്ഞു PhD, മറ്റോൻ്റെ മാസ്റ്റേഴ്സ് ഇപ്പൊ കഴിയാൻ പോകുന്നു. അപ്പൊ എപ്പോഴാ അവര് തിരിച്ചെത്തുക? അയ്യോ, അവർ ഇങ്ങോട്ട് തിരിച്ചു വരിക. നല്ല കാര്യമായി. അവരോട് ഞാൻ പോകുമ്പേ പറഞ്ഞിട്ടുണ്ട്, അവിടെ പരീക്ഷ കഴിഞ്ഞ് ഇത് കഴിയുമ്പോഴത്തേക്ക് ജോലിയും വിസയും എല്ലാം സെറ്റാക്കിയിട്ട് അവിടെ തന്നെ കൂടാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഫുൾ കച്ചറല്ലേ, ഏത് സമയം എന്താ നടക്കാന്ന് ആയിരിക്കാം പറയാൻ പറ്റുക അല്ലേ? സമ്മതിച്ചു തന്നിരിക്കുന്നു, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. അത് ഇന്ന് ആദ്യം തീരുമാനിച്ചതാ. പക്ക ബ്രൗൺ സ്ട്രാറ്റജി സമ്മതിച്ചു തന്നിരിക്കുന്നു. അങ്ങനെയല്ലാണ്ട് ഒന്നും നടക്കൂല ഈ കാലത്ത്. നീ ഒരു കാര്യം ചെയ്യും, ഞാനൊരു കാപ്പി എടുത്താലോ? കാപ്പി ഓക്കെ, പക്ഷേ നല്ല ബ്രൗൺ ഷുഗർ ഇട്ട ബ്രൗൺ പേസ്ട്രി കൂടെ വേണം. ഫുൾ ബ്രൗൺ ആയിരിക്കണം. എന്തിൻ്റെയും കൂടെ ബ്രൗൺ ചേർക്കുന്നത് സേഫാണ്. അല്ലെങ്കിൽ പിന്നെ ഈ സമയത്ത് നിന്നോട് കാപ്പി ചോദിച്ചു ചെയ്യുന്നത് മോശമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ബിയറും പിന്നെ കുറച്ചൊരു എത്ര കാലമായി നമ്മൾ ഇരുന്നൊരു പാട്ടെല്ലാം പാടിയിട്ട് ഒരു പാട്ടെല്ലാം ആയാലോ? ശരി. ഞാൻ ബിയർ. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഫുൾ ബ്രൗൺ അല്ലേ? അതെ, ഇവനും ബ്രൗണ്, അവളും ബ്രൗണ്, എല്ലാം ബ്രൗണ്, നമ്മളും ബ്രൗണ്, ഫുൾ ബ്രൗണ്. അപ്പോൾ നല്ല ബ്രൗൺ ബിയർ ആയിരിക്കണം. ബ്രൗൺ ബിയർ. മാത്രമല്ല പാട്ടും നല്ല ബ്രൗൺ പാട്ടായിരിക്കണം. ബ്രൗൺ പാട്ട്, ഫുൾ ബ്രൗൺ. അടിപൊളി. നീ ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാനും വിചാരിച്ചില്ലടാ.
ബ്രൗൺ അല്ല അത്. അതല്ല അല്ല ആ വാക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ബ്രൗൺ അല്ല. പക്ഷെ മലയാളത്തിൽ അങ്ങനെ ഒരു നമുക്ക് ഇംഗ്ലീഷിൽ ഒരു പാട്ട് പാടിയാലോ? വാ. Brown girl in the ring, la 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 la. Brown girl in the ring, la 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 la. Wow, wow. Brown girl in the ring, la 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 la. Brown girl in the ring, la 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 la. Meow, meow. Oh, bo 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 bo, bo 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 bo. Bow, 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 bow. Bow, Meow bow, meow bow, meow bow. meow meow. ആരാണ് രാവിലെ സമയത്രയായി? 3 മണിയാ. ഇപ്പൊ ആരാണോ രാത്രിയിൽ? പാല് വരാനുള്ള സമയമൊന്നും ആയിട്ടില്ലല്ലോ. ഛേ, ഉറങ്ങാനും സമ്മതിക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കോലേട്ടാ, ഇത് വേഗം വാതിലടക്കി. അടയ്ക്കടാ, വാതിൽ അടയ്ക്കടാ. ഇതെന്ത് കോലാന്ന് കോലേട്ടാ? എന്താ പറ്റിയ? അവരെന്റെ വീട്ടിൽ വന്നിട്ടേ വാതിലൊക്കെ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി. ഞാൻ എങ്ങനെയൊക്കെയോ ഓടി വന്നതാണ്. ആര്? പോലീസ്. നിങ്ങൾ എന്തിനാണോ പോലീസിനെ പേടിക്കുന്നത്? നമ്മളല്ലേ ഈ സ്ഥലത്തെ പ്രധാന ബ്രൗൺ ദിവ്യന്മാര്. നിങ്ങളെ നായ ബ്രൗണ്, എന്റെ പൂച്ച ബ്രൗണ്, നമ്മൾ വായിക്കുന്ന പേപ്പർ ബ്രൗണ്. നമ്മൾ ദേശാഭിമാനികളാണ്. പോലീസ് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ സെല്യൂട്ട് അടിക്കണം, അറിയാം. എടാ, അവര് പുതിയ നിയമം പാസ്സാക്കി. പുതിയ നിയമം വന്ന? എന്ത് നിയമം? എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും ബ്രൗൺ അല്ലാത്ത നിറത്തിലുള്ള എന്തിനെയെങ്കിലും വളർത്തിയിട്ടുണ്ടെങ്കിൽ അവര് മാത്രമല്ല, അവരുടെ കുടുംബത്തിലോ കുടുംബത്തിന് മുമ്പിലത്തെ കുടുംബത്തിനോ ആരെങ്കിലും വളർത്തിയിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും. അതെന്ത് പരിപാടിയാ അത്? അറസ്റ്റ് ചെയ്യും. അങ്ങനൊന്നും ഉണ്ടാവില്ല. നീ വെറുതെ ഉണ്ടാക്കുന്നതായിരിക്കും. ആരെങ്കിലും നീ ഇത് ശരി സത്യമാണോ? ഇന്നലെ 500 പേരെയാണ് അറസ്റ്റ് ചെയ്തത് ടൗണിൽ നിന്ന്. എന്റെ താഴത്തെ വീട്ടിൽ താമസിച്ചിരുന്നവനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയി. നമ്മൾ പെട്ടല്ലോ ഇത്. എന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് ഈ ഫ്ലാറ്റിലെ എല്ലാവർക്കും അറിയാം. ഇതിപ്പോ എന്താ ചെയ്യാ? നമ്മൾ കുടുങ്ങിയില്ലേ? എന്താ ചെയ്യാ? ഞാനൊരു കാര്യമുണ്ട്. ഈ കിങ്ങിണിക്ക് വേണ്ടിയിട്ട് ആഴ്സനിക്ക് ഗുളിക വാങ്ങിയതിന്റെ ഒരു ബില്ല് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ അവർക്ക് കാണിക്കാം. അവരെന്നെ വെറുതെ വിടുമായിരിക്കും അല്ലേ? ചെല്ല് ചെല്ല് ചെല്ല്. ബില്ലും കൊണ്ട് ചെല്ല്. അതെന്ത്? ചെല്ല്. എടാ, എന്റെ താഴെയുള്ള വീട്ടിലെ അയാളെ അറസ്റ്റ് ചെയ്ത് എന്തിനാന്നറിയോ? ആരെ? ആ താഴെയുള്ള താമസിച്ചിരുന്ന ഒരു താടിക്കാരനില്ലേ, അയാളെ അറസ്റ്റ് ചെയ്ത് എന്തിനാന്നറിയോ നിനക്ക്? എന്തിനാ? അവന്റെ അപ്പൂപ്പൻ ഏതോ ഒരു വെളുത്ത പ്രാവിനെ നോക്കി ചിരിച്ചു പോലും. ഇവർ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ച ഇങ്ങനെ ചെയ്ത് ഇപ്പൊ ഇവിടെ ആർക്കാ ജീവിക്കാൻ പറ്റുക? ഇതെന്തൊരു കഷ്ടമാണ്. നീ എന്നോട് ചോദിക്കുക, നീയല്ലേ എന്നെ കൊണ്ട് പ്രതിഷേധിക്കാതിരുന്നത്? എടാ, നീ പറഞ്ഞൊക്കെ ഞാൻ ചെയ്തു. എന്നിട്ടിപ്പോ ഞാനൊരു വികാര ജീവി മാത്രമാണ്. ഞാനൊരു ആന്തോളന ജീവിയൊന്നും അല്ല ഇറങ്ങിയൊരു പ്രതിഷേധിക്കാനൊക്കെ. നീ ഇങ്ങനെ വെറുതെ ഒച്ച ഉണ്ടാക്കല്ല. ആരെങ്കിലുമൊക്കെ കേൾക്കും. കേക്കട്ടെ, കേക്കട്ടടാ. നമ്മളൊക്കെ നമ്മളുടെ മൃഗങ്ങളെ ഒക്കെ കൊന്നില്ലേ? എന്നിട്ട് നിയമമൊക്കെ പാലിച്ച് കറക്റ്റായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ സേഫ്. എന്നിട്ട് എന്തായി? നീ വെറുതെ ഇങ്ങനെ ചൊറയുണ്ടാക്കല്ല. നമ്മൾ ബാലേട്ടൻ പോലീസിലില്ലേ, മൂപ്പറെ വിളിക്കാം. മൂപ്പറ് കാര്യം പറഞ്ഞാൽ മനസ്സിലായ മനസ്സിലാകുന്നോ? എടാ, മനസ്സിലാകണമെങ്കിൽ ആദ്യം കേൾക്കണം. കേക്കണ്ടേ? അതെ. ഇവിടെ ആർക്കാ കേൾക്കാൻ ചെവിയുള്ളത്? എടാ, അങ്ങോട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് പറയും. നീ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചെല്ല്, എല്ലാം മനസ്സിലാവും. നിനക്ക് ഒരു കാര്യം അറിയോ? നമ്മളൊക്കെ പരമ വിഡ്ഢികളാണ്. വിഡ്ഢികൾ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, കോമാളികളാണ്. നിയമം അനുസരിച്ചാ രക്ഷപ്പെടാത്ത തനി കോമാളി.
എടാ, അതാരാണ് ഈ സമയത്ത്? പോലീസ് പോലീസാ? പോലീസ് വരുന്നടാ. എടാ നമ്മളിപ്പോ എന്താ ചെയ്യാ? എന്താ ചെയ്യാ? നീ എന്നോട് ചോദിക്ക, എന്തെങ്കിലും ചെയ്യ്. എടാ ഇപ്പൊ വരും. ബക്കറ്റ് എന്തൊരു ദാ, കഷ്ടം. പിടിക്ക. ബക്കറ്റ് കൊണ്ട് എന്തെടുക്കാൻ? നീ അവിടെ നിൽക്ക്, ഞാനുണ്ടല്ലോ, ഞാൻ ഇവിടെ നിൽക്കാം. നീ പോയിട്ട് ഒന്ന് തുറക്ക്, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയണ്ട. ഇല്ലില്ല, ഞാൻ തുറക്കേ. നീ എന്നെ പെടുത്തിയിട്ട് ഇതെല്ലാത്തിനും കാരണം നിന്നെ പോലുള്ള ആൾക്കാരാണ്. എടാ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന? ഞാനും തുടങ്ങിയപ്പോ മുതല് സപ്പോർട്ട് എന്തെങ്കിലും ചെയ്യ്. എടാ ഒരു കാര്യം ചെയ്യ, ഇത് നമ്മുടെ അവസാനത്തെ ആയുധാണ്. ഇത് പിടി. ഇതുകൊണ്ട് എന്തെടുക്കാൻ? ഇത് 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 ഞാൻ ഇതെടുക്കാം. ഇത് ഇതിൽ മുക്കിയിട്ടുണ്ടല്ലോ, ഞാൻ നിന്നെ ബ്രൗൺ ആക്കാം. നീ എന്നെ ബ്രൗൺ ആക്കാം. അടി അടി അടി. ബ്രൗൺ മോർണിംഗ് സാർ. ബ്രൗൺ മോർണിംഗ് സാർ. ബ്രൗൺ മോർണിംഗ് സാർ. ബ്രൗൺ മോർണിംഗ് സാർ. ഞങ്ങളിതാ വരുവാണ് സാർ. ഞങ്ങള് ഫുൾ ബ്രൗൺ ആണ് സാർ. അകത്തും പുറത്തും ബ്രൗൺ ആണ് സാർ. ബ്രൗണായി വരുവാണ് സാർ. ഞങ്ങള് ചുറ്റുമുള്ള എല്ലാത്തിനെയും ബ്രൗൺ ആണ് സാർ. എല്ലാം ബ്രൗൺ. എല്ലാരും ബ്രൗൺ ആണ് സാർ. എല്ലാരും ബ്രൗൺ ആണ് സാർ. എല്ലാരും ബ്രൗൺ ആണ് സാർ. സാർ